കാസർഗോഡ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി തിരക്കേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. ജില്ലയിലെ മുന്നണികളിലെ ഏക വനിതാ സ്ഥാനാർത്ഥി കൂടിയാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ മണ്ഡലം ചുറ്റും മഹിളകളിൽ കുറേ മഹിളകൾ പ്രചാരണത്തിന് ഇറങ്ങിയവരുണ്ട്. അവർക്കൊപ്പം നമുക്ക് പോവാം. എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാം? നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായൊരു സാന്നിധ്യമായിട്ട് അശ്വിനിയെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ഒരു വനിതാ മുഖം എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല. പ്രചരണം നല്ല ചൂടായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രചരണമാണ്. ബിക്കോസ് ഒന്ന് യൂത്തും പിന്നെ അതേപോലെ മഹിള. അപ്പോൾ ആ മഹിള പിന്നെ യൂത്തിൻ്റെ ഇടയിൽ നല്ല സ്വീകരണമാണ് കിട്ടുന്നത്. അപ്പോൾ അശ്വിനി ML ലോക്സഭയിലാകുമ്പോൾ പുതിയ മുഖമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഞാൻ അശ്വിനി ML എന്ന് പറയുമ്പോൾ അല്ല, നിങ്ങൾ പറയേണ്ട, നമുക്കറിയാം, ഞങ്ങൾ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, ന്യൂസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ടൊരു കാണാൻ നമുക്ക് അവകാശം കിട്ടിയതിൽ നന്ദിയുണ്ട്. മീൻസ് അങ്ങനെയല്ല, അവകാശം കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് വളരെ ഹാപ്പി മൊമെൻ്റാണ് എനിക്ക്. അങ്ങനെ നന്നായിട്ട് പ്രചരണം പോകുന്നുണ്ട്. മണ്ഡലത്തിൽ എന്താണ് വേണ്ടത്? എന്ത് ആണ് പ്രചാരണ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത്? ഡെവലപ്മെൻ്റ് ആണ്. ബിക്കോസ് കാസർഗോഡ് ഫോർമേഷൻ ആയ ശേഷം ഇവിടെ കണ്ടിന്യൂഷൻ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ MLA-മാരാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടാകുമ്പോൾ അവർക്ക് ഇവിടെ സ്റ്റേറ്റിൽ അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, അതേപോലെ സെൻട്രൽ അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. ആ 3 ഇഞ്ച് നടക്കുന്ന സമയത്തും പോലും ഇവർക്ക് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് ഡെവലപ്മെൻ്റ് ആണ്. നമുക്കിവിടെ കാസർഗോഡിൽ മെഡിക്കൽ സിസ്റ്റംസ് ഇല്ല, എഡ്യൂക്കേഷൻ സിസ്റ്റം ഇല്ല, അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റികളില്ല. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടായിട്ട് പിന്നെ ജോബ് തേടിക്കൊണ്ട് മറ്റേ നാട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കാസർഗോഡ് ജനങ്ങൾ മൈഗ്രേറ്റ് ആയിട്ട് കാസർഗോഡ് നിന്ന് വിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്നത് നമ്മളെ കാസർഗോഡിൻ്റെ ആൾക്കാർ കാസർഗോഡിൽ തന്നെ ജീവിക്കണം. അപ്പോൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ കാസർഗോഡിനെ ഡെവലപ്മെൻ്റ് ആക്കിയിട്ട് ഒരു മോഡേൺ കാസർഗോഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് പ്രചരണത്തിൽ നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ ഡീലുണ്ട്, ഡീലില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രചരണത്തിന്റെ വിഷയമാക്കുന്നുണ്ടോ? അത് വോട്ടേഴ്സിനെ സ്വാധീനിക്കും? ഒന്നും ഡീലും നോൺ ഡീൽ ഒരു വോട്ടേഴ്സിൻ്റെ പ്രശ്നമല്ല. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് എവിടെയാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് നമുക്ക് കേരളത്തിലെയും പിന്നെ അതേപോലെ കാസർഗോഡിലെയും ഒരു BJP MLA ഇല്ല. എന്നാലും പോലും നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു നാഷണൽ ഹൈവേ തന്നിട്ടുണ്ട്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നാഷണൽ ഹൈവേ നമ്മുടെ ഇന്ത്യത്തിൽ തന്നെ ഇല്ല. അതേപോലെ വന്ദേ ഭാരത് ട്രെയിൻസ് ആവട്ടെ, റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡേഷൻ ആവട്ടെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് കേരളത്തിൽ തരുമ്പോൾ ഒരു BJP MLA വന്നു കഴിഞ്ഞെങ്കിൽ എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ദേ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡീലും നോൺ ഡീലും വിഷയം അല്ല. വിഷയം ഒന്ന് കാസർഗോഡത്തിന് വികസനം. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ പറയാറുണ്ടോ? ഞങ്ങളിപ്പോൾ ഇതുവരെ അത് യൂസ് ആക്കിയിട്ടില്ല. ബിക്കോസ് ശബരിമല കൊല്ലത്തിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. അവിടെ അയ്യപ്പൻ്റെ സ്വർണ്ണ കട്ടവറാണ് ഇവിടെ ഉള്ളത് നന്നായിട്ട് അറിയാം. അപ്പോൾ അതും കൂടി ഇപ്പോൾ നമുക്ക് ആ ഗ്രൗണ്ടിൽ നല്ല ഇമ്പാക്റ്റാണ്. ബിക്കോസ് ഇങ്ങനെ ശബരിമലനെ കക്കുന്ന ആൾക്കാർ, ശബരിമലക്ക് പോയിട്ട് കക്കുന്ന ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഇനി നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് നന്നായിട്ട് ജനങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അവർക്ക് ഇവിടെ ഒരു അവസരം ഉണ്ടാവുന്നില്ല. വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെന്താണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രചാരണത്തിൽ? വിമൻ എംപവർമെൻ്റ് ആണ് നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ചത്. വിമൻ എംപവർമെൻ്റ് ആണ്. അതേ രീതിയിലാണ് നരേന്ദ്രമോദിജിയുടെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ളത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആവട്ടെ, അതേപോലെ സുകന്യ സമൃദ്ധി യോജന ആവട്ടെ, ജൻധൻ അക്കൗണ്ട് ആവട്ടെ, മഹിളർക്ക് വേണ്ടിയിട്ട് മുദ്ര ലോൺ ആവട്ടെ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാ സ്കീംസുകളും ഇവിടെ കാസർഗോഡ് MLA ആയി കഴിഞ്ഞെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ്. അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തൊഴിൽ. അപ്പോൾ സ്ത്രീകളെ ഒരു ശക്തിയാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ലക്ഷ്യം. ഈ കാസർഗോഡ് ഒരു ആശുപത്രിയുടെ പ്രശ്നം ഇപ്പം ഞങ്ങൾ പലരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഞാൻ MP ഇലക്ഷൻസിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു എയിംസ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ MP ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുമെന്ന്. പക്ഷേ ഇപ്പോൾ അതേപോലെയാണ് MLA ആയി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ എയിംസ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രൊപ്പോസൽസും ഞാൻ നരേന്ദ്രമോദിജി നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഞാൻ സബ്മിറ്റ് ചെയ്യും. ബിക്കോസ് നമുക്കിവിടെ ഒരു മെഡിക്കൽ സിസ്റ്റമിൻ്റെ ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു മെഡിക്കൽ സിസ്റ്റമിൻ്റെ ഹൈടെക് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് വേണം. അപ്പോൾ അത് നാം മുമ്പോട്ട് വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി കേന്ദ്രം അനുവദിക്കുന്നില്ല.
കേന്ദ്രമല്ല അനുവദിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ കേരള സർക്കാരാണ് എവിടെ സ്ഥലം വേണമെന്ന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഇപ്പം തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർത്തിയാക്കി വെച്ചതാണ്. അവർ കൊടുത്തത് കോഴിക്കോടിലാണ്. കോഴിക്കോടിൽ എത്ര സ്ഥലമാണ് അവർ അലോട്ട് ആക്കിയിട്ടുള്ളത്? നമുക്കിവിടെ കാസർഗോഡിൽ തന്നെ 11,000 ഏക്കേഴ്സ് ഡെഡായിട്ട് കിടക്കുന്നുണ്ട്. നമുക്കൊരു എയിംസ് കൊണ്ടുവരുമ്പോൾ അത്ര വിശാലമായിട്ടുള്ള എയിംസ് കൊണ്ടുവരണം ആ സ്ഥലത്തിലാണ്. പക്ഷേ ഒരു സ്ഥലം ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവരുന്നത് എന്ത് കാര്യമില്ല. കോഴിക്കോടിൽ ഇഷ്ടംപോലെ നമുക്ക് മെഡിക്കലിൻ്റെ ഹബ്സ് ഉണ്ട് കമ്പയർ ടു കാസർഗോഡ്. അപ്പോൾ കാസർഗോഡിൽ നിരവധി ലാൻഡ്സ് ഡെഡായിട്ട് കിടക്കുന്ന ഇത് ആ പ്രപ്പോസൽ എല്ലാം കാഴ്ചവെച്ചുകൊണ്ടും ഞാൻ നരേന്ദ്രമോദിജിക്ക് പ്രപ്പോസൽ കൊടുക്കും. ഈ ഭാഷയിലുള്ള ഒരു പ്രാവീണ്യം, പല ഭാഷകൾ 5 സംസാരിക്കും. ഭാഷകൾ അറിയാൻ തോന്നുന്നല്ലേ? കാസർഗോട്ടുകാർക്കാണെങ്കിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരുപാട് പല ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. അത് ഇവിടെ ഒരു ഗുണമാവുന്നുണ്ടോ? കന്നഡ നന്നായി പറയും അല്ലേ, തുളു പറയും. അപ്പൊ ഏതെങ്കിലും ഒരു മറ്റൊരു ഭാഷയിലും കൂടെ ഒന്ന് സംസാരിച്ചാൽ വോട്ട് അഭ്യർത്ഥിച്ചാലും മതി. തീർച്ചയായിട്ടും ഇത് കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമിയാണ്. അപ്പോൾ ഇവിടെ ലാംഗ്വേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങളെ മനസ്സിക്ക് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ലാംഗ്വേജിൽ സംസാരിക്കാൻ മാത്രമാണ് അത് ಅವർക്ക് കൂടുതലായിട്ട് ಅಟ್ಯಾಚ್ಮೆಂಟ್ ഉണ്ടാവും. അപ്പോൾ ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಮತದಾರ ಬಾಂಧವರಲ್ಲಿ ಕಾಸರಗೋಡಿನ ಸಮಗ್ರ ಡೆವಲಪ್ಮೆಂಟ್ಗೋಸ್ಕರ ನಿಮ್ಮ ಅತ್ಯಮೂಲ್ಯವಾದಂತಹ ಮತವನ್ನು ತಾವರೆ ಚಿಹ್ನೆಗೆ ನೀಡಿ ನನ್ನನ್ನು ಬಹುಮತದಿಂದ ಗೆಲ್ಲಿಸಿಕೊಟ್ಟು ಕೇರಳದ ವಿಧಾನಸಭೆಗೆ ಕಳಿಸ್ಕೊಡ್ಬೇಕು ಅಂತೇಳಿ ನಾನು ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് താമര ചിഹ്നത്തിന് അപ്പൊ ശരി. അപ്പൊ തിരക്ക് പിടിച്ച യാത്രയിലാണ്, പ്രചരണത്തിലാണ്. ഞങ്ങളും ഇനി മറ്റൊരു പ്രദേശത്തേക്ക് പോവുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ആശംസകൾ. അതെ, താങ്ക് യു. മാറണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.